എല്ലാവർക്കും നമസ്കാരം. ഞാൻ വത്സല മുരളി. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അരിപ്പൊടി കൊണ്ടുള്ള കൊഴുക്കട്ടയാണ്. അരിക്കൊഴുക്കട്ട. കൊഴുക്കട്ട പല രീതിയിൽ ഉണ്ടാക്കും. 3-4 വിധം ഉണ്ടാക്കും. പക്ഷെ ഇത് ഞാൻ ആവിയിൽ പുഴുങ്ങിയ കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. പണ്ട് കാലത്തെ അമ്മമാര് തേങ്ങയും അരിയും അത് പുഴുക്കലരിയാ വെള്ളത്തിലിട്ടുണ്ടാക്കുന്നത്. ഇതുണ്ടാക്കിയാൽ പച്ചരി ശരിയാകത്തില്ല. പുഴുക്കലരിയും തേങ്ങയും ജീരകവും ഇതെല്ലാം കൂടെ അരച്ച് കല്ലിലരച്ച് ഉരുട്ടി വെള്ളത്തിലിട്ടായിരുന്നു പണ്ടുണ്ടാക്കിക്കൊണ്ടിരുന്നത്. എൻ്റെ അമ്മയൊക്കെ ഞാൻ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പം ഇതാണ്. ഇപ്പം ഏത് ടൗണിലെ കടയിൽ ചെന്നാലും നമുക്ക് കൊഴുക്കട്ട കിട്ടും. നമുക്ക് ടൗണിലെന്ന് മാത്രമല്ല ഇപ്പം ഒട്ടുമിക്ക കടകളിലും കൊഴുക്കട്ട നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ആ കൊഴുക്കട്ട നമുക്കിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. എൻ്റെ രീതി ഞാനൊന്ന് ഉണ്ടാക്കി കാണിക്കാം. ചിലർക്ക് മധുരം വെച്ചുണ്ടാക്കും, ശർക്കര ചേർത്തുണ്ടാക്കും, പഞ്ചസാര അകത്ത് വെച്ചുണ്ടാക്കും. ഇത് ഞാൻ പഞ്ചസാരയും ശർക്കരയും ഒന്നും ഉപയോഗിക്കുന്നില്ല. ഷുഗറുകാർക്കൊക്കെ പറ്റിയ ഒരു കൊഴുക്കട്ടയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ട സാധനം ഞാനൊരു 2 ഗ്ലാസ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി കുഴച്ചത് വെച്ചിരിക്കുകയാണ്. കുഴച്ച് വലിയ ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ, ജീരകവും ഞാൻ ഒരു ഏലക്കയും കൂടെ ഒരു രുചിക്ക്, ചിലരിതൊന്നും ചേർക്കത്തില്ല, ഒരു രുചിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്ത് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കരയും പഞ്ചസാരയും ഒന്നും ഉപയോഗിക്കുന്നില്ലെന്ന് പറഞ്ഞല്ലോ. ഷുഗറുകാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കൊഴുക്കട്ടയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ചെറിയ ഉരുള മതി, ഒത്തിരി വലിയ ഉരുള വേണ്ട. ഇപ്പോൾ തേങ്ങ ഇതിനകത്തേക്ക്, തേങ്ങയും ഏലക്കയും ജീരകവുമാണിത്. അപ്പോൾ ഷുഗറുകാർക്ക് ധൈര്യമായിട്ട് കഴിക്കാം. നമ്മളിവിടെ അപ്പച്ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. തിളച്ചത് അങ്ങനെ ഉരുട്ടി ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 10-12 മിനിറ്റ് വേവിക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കൊഴുക്കട്ട ഇത് കണ്ടോ, നല്ല മയത്തിലിരിക്കുന്നുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കമ്പി വെച്ച് കുത്തി നോക്കാം. കമ്പി വെച്ചൊന്നും കുത്തണ്ട, നമുക്ക് വെന്തിട്ടുണ്ട്. ഇത് 4 മണി പലഹാരമായും രാവിലെ കാപ്പിക്കും എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല സ്വാദിഷ്ടമായ ഒരു പലഹാരമാണിത്. എല്ലാവരും ഇങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കും. ശർക്കരയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയതാണ്, പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. ഷുഗറുകാർക്ക് ഏറ്റവും ഉത്തമമാണ് ആവിയിൽ പുഴുങ്ങിയ കൊഴുക്കട്ട.